അതേപോലെ ഗർഭിണികൾ, വൽ മുർദി, അതേപോലെ മുലയൂട്ടുന്ന സ്ത്രീകൾ, ഇദാ ഖാഫതാ അവർ രണ്ടുപേരും ഭയപ്പെടുന്നു, അലാ വലദൈഹിമ അവരുടെ കുട്ടികളുടെ വിഷയത്തിൽ ഭയപ്പെടുന്നെങ്കിൽ, അഫ്തറത വ ഖലത അവർക്ക് നോമ്പ് ഒഴിവാക്കാം, അത് ഖലാ വീട്ടാം. വ അത്അമത അൻ കുല്ലി യൗമിൻ മിസ്കീന ആ നോമ്പ് ഒഴിവായതിന്റെ പേരിൽ അവർക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസത്തിന് മിസ്കീന് ഭക്ഷണം കൊടുക്കുകയും ചെയ്യാം. ഖലാവും അതുപോലെ ഇത്ആമും, നോമ്പ് നോറ്റുവീട്ടലും നോമ്പ് എന്ത് ചെയ്യണം, അതേപോലെ തന്നെ ഭക്ഷണം കൊടുക്കലും ഒരുമിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, ഗർഭിണികളാകട്ടെ അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളാകട്ടെ അവർക്ക് നോമ്പെടുക്കുന്നത് കൊണ്ട് ഒരു പ്രയാസം തനിക്കോ കുട്ടിക്കോ ഇല്ല എങ്കിൽ അവർ നോമ്പെടുക്കേണ്ടതാണ്. അത് ഗർഭിണിക്ക് നിരുപാധികം കൊടുത്തൊരു ഇളവല്ല. ഒരു ഗർഭിണിയെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല, അവൾക്കും ഇല്ല അവളുടെ കുട്ടിക്കും ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ അവൾ നോമ്പെടുക്കേണ്ടവൾ തന്നെയാണ്. അതേപോലെ തന്നെയാണ് മുലയൂട്ടുന്ന സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. എന്നാൽ അവൾക്കോ അല്ലെങ്കിൽ കുട്ടിക്കോ പ്രയാസമുണ്ട് എന്ന് മനസ്സിലായാൽ നോമ്പെടുക്കാൻ തുനിയരുത്. അത് ഗർഭിണിയാകട്ടെ മുലയൂട്ടുന്ന സ്ത്രീകളാകട്ടെ അങ്ങനെ ചെയ്യേണ്ടതില്ല. ഇനി അവൾ സ്വന്തത്തിന് മാത്രമേ അവൾക്ക് ഭയപ്പെടുന്നുള്ളൂ, ഈ പറയുന്ന രണ്ട് വിഭാഗവും, കുട്ടിക്ക് പ്രശ്നമില്ല, മുലയൂട്ടുന്ന കുട്ടിക്കും പ്രശ്നമില്ല, ഗർഭസ്ഥ ശിശുവിനും പ്രശ്നമില്ല, സ്വന്തത്തിന് മാത്രമേ പ്രയാസമുള്ളൂ എങ്കിൽ അവള് ഖലാ ചെയ്താൽ മാത്രമേ, ആ ദിവസം നോമ്പ് ഒഴിവാക്കിയിട്ട് മറ്റൊരു ദിവസം ഖലാ വീട്ടിയാൽ മാത്രം മതി, വേറൊന്നും ഭക്ഷണമൊന്നും കൊടുക്കേണ്ടതില്ല, സ്വന്തത്തിന് പ്രയാസമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നത് എങ്കിൽ സ്വന്തത്തിന് കുഴപ്പമൊന്നുമില്ല, ഗർഭസ്ഥ ശിശുവിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ മുലയൂട്ടപ്പെടുന്ന കുട്ടിക്ക് വേണ്ടി മാത്രമാണ് ഒരു സ്ത്രീ ഒഴിവാക്കുന്നത് എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതിൽ ഏറ്റവും ശരിയായ അഭിപ്രായമായ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാഹ്, മഹാനായ ഇബ്നു അബ്ബാസിന്റെ ഇബ്നു ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമ അവരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അതിന് ഭക്ഷണം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതാ സ്വന്തത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് കുട്ടിക്ക് വേണ്ടി മാത്രം മുലയൂട്ടുന്ന സ്ത്രീ ഒഴിവാക്കിയതാണ്, സ്വന്തത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് കുട്ടിക്ക് എന്തെങ്കിലും പറ്റണ്ട എന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗർഭിണി ഒഴിവാക്കിയതാണ്. എങ്കിൽ ഖലാ വീട്ടുന്നതോടൊപ്പം അവൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ അരസാ വെച്ചിട്ട് ഭക്ഷണം കൂടി കൊടുക്കേണ്ടതുണ്ട്. അതാണ് കൂടുതൽ സൂക്ഷ്മത എന്നാണ്, ഖലാവോടൊപ്പം ഭക്ഷണം കൂടി കൊടുക്കലാണ് സൂക്ഷ്മത എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും.